ഇതിപ്പോൾ ഒരു മാധ്യമം, ഇപ്പോൾ ദ റിപ്പോർട്ടർ ചാനലാണ് ഇവിടെ നടത്തിയിട്ടുള്ള ചില ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളടക്കം എന്ന പേരിൽ നൽകിയിരിക്കുന്ന ചില വാർത്തയാണ് ഈ ഘട്ടത്തിൽ വലിയ വിമർശനങ്ങൾക്ക് ആയിരിക്കുന്നതും. ഇപ്പോൾ WCC മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്ത് എഴുതിയിരിക്കുന്നതും. അതിൽ പറയുന്നത്, കോടതി വിലക്കിയ, സർക്കാർ പുറത്തുവിടരുതെന്ന് തീരുമാനിച്ച, ഈ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയ അതിജീവിതകളുടെ വിവരങ്ങൾ, അല്ലെങ്കിൽ അവരെ ആരാണെന്ന് അറിയാൻ പാകത്തിലുള്ള വിവരങ്ങൾ നൽകിയിരിക്കുന്നു ഈ ചാനൽ. അതുകൊണ്ട് തന്നെ ഇരകളുടെ അല്ലെങ്കിൽ അതിജീവിതരുടെ സ്വകാര്യത അപകടത്തിലാകുന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ എന്നതിലെ ആശങ്കയാണ് അവർ പ്രകടിപ്പിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ആശങ്കയ്ക്ക് വകയുണ്ടോ? താങ്കൾക്ക് എന്തു തോന്നുന്നു? തീർച്ചയായിട്ടും വകയുണ്ട് എന്ന് സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അവർ വലിയൊരു പോരാട്ടം നടത്തിയാണ് ഹേമ കമ്മിറ്റി വന്നത്. ഹേമ കമ്മിറ്റി വന്നതിന് ശേഷവും തെളിവെടുത്തതിന് ശേഷവും അനേക വർഷം, 4.5 വർഷം അത് മറച്ചു വയ്ക്കപ്പെട്ടു, പുറത്തു വന്നില്ല. അത് കണ്ടിട്ടുള്ള ഭരണകൂടത്തിലെ ആളുകൾ, പോലീസിലെ ആളുകളൊക്കെ തന്നെ അതിലൊരു ആക്ഷനും എടുത്തില്ല. ഒടുവിൽ വിവരാവകാശമനുസരിച്ച് പാതി പുറത്തുവിട്ടു. ഇപ്പോൾ അതിൻ്റെ മുഴുവൻ ഭാഗവും കോടതിയിൽ എത്തിയിരിക്കുന്നു. പോലീസ് അതിനനുസരിച്ച് കേസെടുക്കണം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കിയിരിക്കുന്നു. വൈകിയാണെങ്കിലും നേർവഴിക്ക് ഇത് പോകുമെന്നൊരു പ്രതീക്ഷ നമുക്കുണ്ടെങ്കിലും, മറുവശത്ത് സമാന്തരമായി ഈ റിപ്പോർട്ടിനെയും ഇതിലേക്ക് നയിച്ച ഘടകങ്ങളെയും, ഈ സിനിമയിലെ പുരുഷാധിപത്യത്തിനെതിരായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ആധിപത്യങ്ങൾക്കെതിരായ പോരാട്ടത്തിനെയും എതിർക്കുന്ന ശക്തികൾ വളരെ ശക്തരാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ WCCയുടെ ആശങ്ക പ്രധാനമാണ്. ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ നിയമലംഘനം പെടുന്നില്ല. ഇതിൽ ഇപ്പോൾ പ്രശാന്ത് പത്മനാഭനുണ്ട്, അദ്ദേഹം പറയുമായിരിക്കും. എന്തായാലും അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട്. ഒരു ലൈംഗികാതിക്രമ കേസിൽ, ഒരു സെക്ഷൽ അസാൾട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കേസിൽ അതിജീവിതയുടെ ഏതെങ്കിലും തരത്തിലുള്ള വെളിപ്പെടലിന് സാധ്യതയുള്ള ഒരു സൂചനയും ഒരു മാധ്യമവും നൽകരുത്, ആരും നൽകരുത്, പറയരുത് എന്നാണ്. പേര് മാത്രമല്ല, ഇപ്പോൾ അവരുടെ കുടുംബമാവാം, ഇപ്പോൾ ഇവിടെയാണെങ്കിൽ സിനിമയാവാം, അഭിനയിച്ചൊരു സിനിമയാവാം, അതിലൊരു സഹനടനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ ഒരു പ്രധാന നടനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് പറയുന്നു, അവരാവാം, സംവിധായകൻ്റെ പേരാവാം. ചുരുക്കത്തിൽ സംവിധായകൻ്റെ പേര് പറഞ്ഞ് സിനിമയുടെ പേര് പറഞ്ഞാൽ നടിയുടെ പേര് അപ്പം കിട്ടും, നമുക്ക് കിട്ടുമല്ലോ. പ്രധാന നടൻ്റെ പേര് പറഞ്ഞ് സിനിമയുടെ പേരോ സംവിധായകൻ്റെ പേരോ പറഞ്ഞാൽ ഉടനെ നമുക്ക് നടിയുടെ പേര് കിട്ടും. എന്ന് പറഞ്ഞാൽ നടിയുടെ അതിജീവിതയുടെ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളിലേക്ക് പോകുന്നത് നിയമവിരുദ്ധമാണ് എന്നാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവന മാധ്യമ സ്വാതന്ത്ര്യത്തിൽ പെടുന്നില്ല, നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അതിലിപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു ഭാഗം ഞാൻ അങ്ങ് പൂർണ്ണമായി അംഗീകരിക്കുകയാണ്. അതായത് മാധ്യമ സ്വാതന്ത്ര്യം എന്നത് നിയമലംഘനത്തിനുള്ള ഒരു ലൈസൻസ് അല്ല. ഞാൻ താങ്കളോട് പൂർണ്ണമായി യോജിക്കുന്നു. മാത്രമല്ല, WCC ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം, ഇതിൽ അതിജീവിത ആരാണ് എന്ന് മനസ്സിലാകാൻ പാകത്തുള്ള സൂചനകൾ അങ്ങുന്ന വാർത്തയാണ് ഈ ചാനൽ നൽകിയിരിക്കുന്നത് എന്നൊക്കെയാണ്. അതവിടെ നിൽക്കട്ടെ, WCCയുടെ പ്രധാനപ്പെട്ട ആക്ഷേപമായി അത് നിൽക്കുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് അത് എത്തുകയും ചെയ്യുന്നു. പക്ഷേ അതുപോലെ തന്നെ സമാനമായ രീതിയിൽ, ഒരുപക്ഷെ തുല്യമായ രീതിയിൽ തന്നെ ഗുരുതരമായ മറ്റൊരു കാര്യമല്ലേ ഈ വിവരങ്ങളൊക്കെ തന്നെ കൃത്യമായി വളരെ പാകതയോടുകൂടി അതിൻ്റെ രഹസ്യാത്മക സ്വഭാവം നിലനിർത്തിക്കൊണ്ട് പരിശോധിക്കപ്പെടേണ്ടുന്ന സംവിധാനങ്ങളിൽ ഒരു ചോർച്ചയുണ്ടായിരിക്കുന്നു എന്നുകൂടിയല്ലേ ഈ സംഭവങ്ങൾ കാണിക്കുന്നത്? അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ ചാനലിനോ ഒരു പത്രമാധ്യമത്തിനോ എങ്ങനെയാണ് വിവരങ്ങൾ കിട്ടുന്നത്? അപ്പോൾ ഈ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇതിൽ അന്വേഷണം പോലും ആ രഹസ്യാത്മകത സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം എന്ന കോടതിയുടെ നിർദ്ദേശത്തെ ഈ സംവിധാനങ്ങൾ തന്നെ ലംഘിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണല്ലോ ഇത് മാധ്യമങ്ങളിലേക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് കിട്ടുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരു ചോർച്ച സംഭവിക്കുന്നു എന്നതല്ലേ കുറെ കൂടി ഗൗരവമുള്ള ആശങ്കയുണ്ടാക്കുന്ന കാര്യം. അതിലൊരു പരിശോധന അതുണ്ടാകേണ്ടത് സർക്കാരിന്റെ ഭാഗത്തുനിന്നല്ലേ? അല്ല, തീർച്ചയായിട്ടും ഞാൻ അതാ രണ്ടാം ഭാഗത്തേക്ക് വന്നിരുന്നത്. ഇതിൽ ഗുരുതരമായ കാര്യം അതുതന്നെയാണ്. മാധ്യമങ്ങൾ കൊടുത്തു എന്നത് മാധ്യമങ്ങളുടെ ഒരു ധർമ്മമോ അധർമ്മമോ ആയിട്ട് നമുക്ക് കാണാം. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനമാണ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഹേമ കമ്മിറ്റി തന്നെ അതിൻ്റെ റിപ്പോർട്ടിൽ സ്വകാര്യത സംരക്ഷിക്കണമെന്ന് പറയുന്നു. അതിനുശേഷം ഹൈക്കോടതി തന്നെ അന്വേഷണ സംഘത്തോട് പറയുന്നു. സർക്കാരിന് ഹേമ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ട്, 4.5 വർഷം മുമ്പ് കൊടുത്ത റിപ്പോർട്ട്, എങ്ങനെയാണ് ഒരു ചാനലിന് അതിന് മറച്ചു വെക്കേണ്ട ഭാഗങ്ങൾ കിട്ടിയത് എന്ന് ചോദിച്ചാൽ
അതിനുത്തരം പറയേണ്ടത് റിപ്പോർട്ട് സൂക്ഷിക്കുന്ന ആളുകളല്ലേ, ഒരു സംശയമില്ല ഗോപി. അവർ സൂക്ഷിക്കുന്ന ആളുകൾ തന്നെയാണ്. ആ സൂക്ഷിക്കുന്ന ആളുകൾ ആരാണ്? ഒന്ന് മന്ത്രിസഭ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്യാബിനറ്റുമായി ബന്ധപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പിലെ ഏതെങ്കിലും തരത്തിലുള്ള ആളുകൾ. നമ്മൾ ഇതിനു മുമ്പ് തന്നെ ഒരു കാര്യം കേട്ടിരുന്നു. അതായത് സിനിമ അഡ്വൈസറി കമ്മിറ്റിയിലെ ചില ആളുകൾ ഇതിൽ അവർക്കെതിരെ പരാതിയുണ്ട്. അവർ ഈ റിപ്പോർട്ട് നേരത്തെ വായിച്ചിരുന്നു എന്ന ഒരു വാർത്ത കാര്യമായി കേരളത്തിൽ പടർന്നെന്ന് ഗോപി ഓർക്കുന്നുണ്ടാവും. ഇപ്പം ഞാൻ മുകേഷിനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹം സിനിമാ ഉപദേശക സമിതിയിലിരിക്കുകയും ഈ റിപ്പോർട്ട് വായിക്കുകയും ചെയ്തിട്ടുണ്ട് 4.5 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണോ ചോർന്നത്? അങ്ങനെയാവാം. ഇതല്ല, പോലീസിന് ആദ്യത്തെ ദിവസം തന്നെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. സർക്കാർ ആദ്യം കൈമാറുന്ന DGPക്കാണെന്ന് പറയുന്നു. ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് പ്രത്യേകമായി കൈമാറിയിട്ടുണ്ട്. എവിടെ നിന്ന് ചോർന്നുവെങ്കിലും അതിൻ്റെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം സ്റ്റേറ്റിന്, സർക്കാരിന് തന്നെയാണ്. കാരണം അത് സംരക്ഷിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. ഇനി സർക്കാരിൽ ഏതെങ്കിലും ആളുകൾ ഇത്തരത്തിൽ വഴിവിട്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ ശിക്ഷിക്കപ്പെടണം. പോലീസാവാം, ഉപദേശക സമിതിയാവാം, സർക്കാരിലെ വേറെ ഏതെങ്കിലും സ്വാധീനമുള്ള ആളുകളാവാം, ആരാണെങ്കിലും. WCC പറയേണ്ട അതും കൂടിയാണ്. യഥാർത്ഥത്തിൽ അവർ കൂടി ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഇനിയും ഇത് വേറെ ചാനലിന് കിട്ടും, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കിട്ടും. ഇപ്പോൾ ശിക്ഷിക്കാൻ പറ്റാത്ത ചാനലുകൾ ഒരുപാടുണ്ടല്ലോ ഗോപി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു യൂട്യൂബ് ചാനൽ വന്നാൽ, ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങുന്നു, ഞാനിതിടുന്നു, നാളെ അത് പൂട്ടുന്നു, എന്നെ ഏത് രീതിയിൽ ശിക്ഷിക്കാൻ പറ്റും? ശിക്ഷിക്കലൊക്കെ വലിയ കണക്ക് തന്നെയാണ് യൂട്യൂബ് ചാനലിലൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പം നമുക്കറിയാം, നിങ്ങളുടെ ചാനൽ പോകുന്ന പോലെ തന്നെ വൈറലാക്കാനുള്ള ചില ടെക്നിക്കുകൾ ഇവരുടെ കയ്യിലുണ്ട്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണവും വലിയ തോതിൽ സ്വാധീനവും ജനപിന്തുണയും, ഞാൻ കോട്ട് അൺകോട്ട് ജനപിന്തുണയുമുള്ള ആളുകളാണ് മറുവശത്ത് നിൽക്കുന്നത് എന്നതുകൊണ്ട് തീർച്ചയായും ഇത് വൈറലാക്കാൻ ഒരു വിഷമവുമില്ല. മാത്രമല്ല, ഇതിലൊരു ക്രിമിനൽ കാര്യം കൂടിയുണ്ട്. അഡ്വക്കേറ്റ് പത്മനാഭൻ പ്രശാന്ത് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ കേസ് ദുർബലപ്പെടുകയാണ് പല രീതിയിൽ. എന്തുകൊണ്ടാണ്? അതിജീവിതയ്ക്ക് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ നാളെ തെളിവ് കൊടുക്കാൻ അവർ പോയിക്കൊള്ളണമെന്നില്ല. മാത്രവുമല്ല, ഇനി ബാക്കി അതിജീവിതകൾ ഇത് ഭയന്ന് ഇനി ഈ പരിപാടിക്ക് ഞാനില്ല എന്ന് പറഞ്ഞു പോകാനും സാധ്യതയില്ലേ? താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇത് മത്സരത്തിന്റെ കാലമാണ്. മാധ്യമങ്ങൾ തമ്മിൽ ഈ വിപണിക്കകത്തൊരു മത്സരം നടക്കുന്നുണ്ട്. വാർത്തകൾ കൂടുതൽ സെൻസേഷനലൈസ് ചെയ്യപ്പെടുന്ന കാലമാണ്. ഞാൻ ഇതൊക്കെ വളരെ ആത്മവിമർശനപരമായി തന്നെ അതെല്ലാം മനസ്സിലാക്കുകയും അതിന് ഞാൻ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്, ഒരു തർക്കവും അതിനകത്തില്ല. അതേസമയം തന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യാൻ മാധ്യമങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റുന്ന തരത്തിൽ ഇതിൽ ഇരകളാക്കപ്പെട്ട അല്ലെങ്കിൽ അതിജീവിതകൾ അവരുടെ അവകാശം സംരക്ഷിക്കുന്ന തരത്തിൽ, അവരുടെ സ്വകാര്യതയെ മാനിക്കുന്ന തരത്തിലുള്ള ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയുള്ള ഇടപെടൽ മാത്രമേ മാധ്യമങ്ങൾ നടത്താവൂ. അത് ഈ നമ്മുടെ ദൃശ്യമാധ്യമമായാലും, അതല്ല പത്രമാധ്യമങ്ങളാണെങ്കിലും, അതല്ല സമൂഹ മാധ്യമങ്ങളാണെങ്കിലും, ആ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് താങ്കൾ പറഞ്ഞതിന് ഞാൻ അടിവരയിട്ട് അംഗീകരിക്കുന്നു. അത് പാലിക്കാനുള്ള ഉത്തരവാദിത്വം മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കും, മാധ്യമ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ ഇവിടെയുള്ള പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾക്കുമുണ്ട്. ഒരു തർക്കവും ശ്രീ CR നീലകണ്ഠൻ ആ കാര്യത്തിൽ